മാർവലിൻ്റെ പഴയ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടു. ടോണി സ്റ്റാർക്ക് ഇല്ല, സ്റ്റീവ് റോജേഴ്സ് ഇല്ല, പഴയ അവഞ്ചേഴ്സ് ഇല്ല. മൾട്ടിവേഴ്സ് മുഴുവൻ ചിതറിത്തെറിച്ചു പോയിരിക്കുന്നു. പക്ഷേ ഇനി വരാൻ പോകുന്ന ഒരൊറ്റ കഥാപാത്രം മാർവലിൻ്റെ ചരിത്രം തന്നെ തിരുത്തിയെഴുതും. ഡോക്ടർ ഡൂം. ഇത് അയാളുടെ കാലമാണ്. മാർവൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭയാനകനായ വില്ലൻ. ഡോക്ടർ ഡൂം ശരിക്കും ആരാണ്? വിക്ടർ വോൺ ഡൂം എന്നാണ് അയാളുടെ യഥാർത്ഥ പേര്. പുള്ളി ഒരു സയൻറ്റിസ്റ്റാണ്, മജീഷ്യനാണ്, കൂടാതെ ലറ്റ്വേറിയ എന്ന രാജ്യത്തിൻ്റെ അധികാരിയുമാണ്. ശരിക്കും താനോസിനേക്കാൾ ശക്തനാണോ ഡോക്ടർ ഡൂം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടോണി സ്റ്റാർക്കിൻ്റെ ബ്രെയിൻ, സ്ട്രെയിഞ്ചിൻ്റെ മാജിക്, ബ്ലാക്ക് പാന്തറിൻ്റെ റോയൽറ്റി, ഇതെല്ലാം ഡോക്ടർ ഡൂം എന്ന വ്യക്തിയിലുണ്ട്. എന്തൊരു ഡെഡ്ലി കോമ്പിനേഷനാണ്. കോമിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫാന്റാസ്റ്റിക് ഫോറിലെ മെയിൻ വില്ലനാണ് ഡോക്ടർ ഡൂം. ഇനി മാർവലിൻ്റെ ജീവവായു ആവാൻ പോകുന്നതും ഡോക്ടർ ഡൂം തന്നെയാണ്. ലട്വേരിയ എന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് ഡോക്ടർ ഡൂം എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇതേ രാജ്യത്ത് തന്നെയാണ് ഡൂം ജനിച്ചത്. ഒരു റൊമാനി ജിപ്സി ക്യാമ്പിലായിരുന്നു അവൻ്റെ ബാല്യം. അവൻ്റെ അമ്മയായ സിന്ധിയ ഒരു ശക്തയായ മന്ത്രവാദിനിയായിരുന്നു. അവൾ തൻ്റെ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ച് മെഫിസ്റ്റോ എന്ന ഡെവിലിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ മെഫിസ്റ്റോയുടെ മുന്നിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. മെഫിസ്റ്റോ അവരെ തടവുകാരിയായി നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡൂമിൻ്റെ പിതാവ് ഒരു സ്നേഹശാലിയായ മനുഷ്യനായിരുന്നു. ഡൂമിൻ്റെ കൺമുന്നിൽ വെച്ച് കൊടും തണുപ്പിൽ തണുത്ത് മരവിച്ചാണ് അയാൾ മരണപ്പെടുന്നത്. ഒരു കുട്ടിയുടെ മനസ്സ് ശിഥിലമാകാൻ ഇതിൽ കൂടുതൽ ഒന്നും വേണ്ടല്ലോ. തൻ്റെ കുട്ടിക്കാലത്തെ കറുത്ത ഓർമ്മകളിൽ നിന്നും രക്ഷ നേടാനായി ടീനേജറായ ഡൂം അമേരിക്കയിലെ ഒരു പ്രശസ്ത യൂണിവേഴ്സിറ്റിയിലെത്തുന്നു. അവിടെ അയാൾക്കൊരു ചങ്ങാതിയെ കിട്ടുന്നു, റീഡ് റിച്ചാർഡ്സ്. അതായത് നമ്മുടെ മിസ്റ്റർ ഫാന്റാസ്റ്റിക്. ഇരുവരും ഒരുപോലെ ടാലൻ്റ് ഉള്ളവർ. എന്നാൽ പതിയെ പതിയെ ഇവർ തമ്മിലൊരു ഈഗോ ക്ലാഷ് രൂപപ്പെടുന്നു. ഇതിനിടയിൽ ഡൂം ഒരു ഡേഞ്ചറസ് എക്സ്പീരിമെൻ്റ് നടത്തുന്നു. നരകത്തിൽ നിന്നും തൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ള എക്സ്പീരിമെൻറ്റ്. അതിനിടെ ഒരു വലിയ സ്ഫോടനം ഉണ്ടാവുകയും അയാളുടെ മുഖം പകുതി കത്തി വികൃതമാവുകയും ചെയ്യുന്നു. പിന്നീട് അയാൾ ഒരു മാസ്ക് കൊണ്ട് മുഖം മറച്ച് ഇന്ന് കാണുന്ന ഡോക്ടർ ഡൂമായി ജീവിക്കുന്നു. പിന്നീട് അയാൾ പോകുന്നത് ടിബറ്റിലേക്കാണ്. അവിടെ ചെന്ന് ചില സന്യാസികളിൽ നിന്ന് മാജിക്കും പല ആയോധന കലകളും അഭ്യസിക്കുന്നു. ടിബറ്റിൽ നിന്ന് അയാൾ തിരിച്ചു വരുന്നത് മനസ്സിൽ കറുപ്പ് നിറഞ്ഞ വില്ലനായിട്ടാണ്. ടിബറ്റിൽ നിന്ന് തിരിച്ചു വന്ന ഡൂം തൻ്റെ സയൻസും മാജിക്കും ഒരുപോലെ ഉപയോഗിച്ച് ഒരു ആർമർ നിർമ്മിക്കുന്നു. ടൈറ്റാനിയവും വൈബ്രേനിയവും കൃത്യമായ അനുപാതത്തിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഈ പടച്ചട്ടയ്ക്ക് അനേകം പ്രത്യേകതകളുണ്ട്. അയൺമാൻ സ്യൂട്ട് പോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ, സീറോ ഗ്രാവിറ്റി, നാനോടെക് തുടങ്ങിയ എല്ലാ എബിലിറ്റീസും ഉണ്ടെങ്കിലും അതിലുപരിയായി മാജിക് പവറും ഈ സ്യൂട്ടിനുണ്ട്. അതായത് അയൺമാൻ സ്യൂട്ടിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ. ബ്ലാക്ക് പാന്തർ സ്യൂട്ട് പോലെ എനർജി അബ്സോർബ് ചെയ്യാനുള്ള കഴിവും ഈ ആർമറിനുണ്ട്. ഗലാക്ടസ്, ബിയോണ്ടറി, മെഫിസ്റ്റോ തുടങ്ങിയ ഒരുപാട് ദൈവങ്ങളെ ഡൂം തൻ്റെ ശക്തി ഉപയോഗിച്ച് തോൽപ്പിച്ചിട്ടുണ്ട്. ഇൻഫിനിറ്റി സ്റ്റോൺസ് കയ്യിലില്ലെങ്കിൽ ഉറപ്പായും താനോസിനെയൊക്കെ ഡൂം രണ്ടായിട്ട് ഒടിച്ചുവിടും. 1984 പുറത്തിറങ്ങിയ സീക്രട്ട് വാർസ് എന്ന കോമിക്കിൽ ഡൂമിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ കോമിക്ക് പ്രകാരം അവഞ്ചേഴ്സിനെയും എക്സ്മെനിനെയും ഡൂം തോൽപ്പിച്ച് അവരെ തൻ്റെ അടിമകളാക്കി മാറ്റി. ഒരുപാട് യൂണിവേഴ്സുകൾ ഒരുമിപ്പിച്ച് ഡൂം ഒരു ബാറ്റിൽ ഫീൽഡ് തന്നെ തീർക്കുന്നു. നിരവധി പേർ മരണപ്പെടുന്നു. ശരിക്കും താനോസ് ഒരു യൂണിവേഴ്സ് മാത്രം ലക്ഷ്യമിട്ടപ്പോൾ ഡൂം മൾട്ടിവേഴ്സ് ലെവലിലാണ് ചിന്തിച്ചത്. ഇപ്പോൾ ഇറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോർ സിനിമ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അതിൻ്റെ എൻ ക്രെഡിറ്റ് സീനിൽ ഡൂമിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. അതായത് മാർവൽ ഇപ്പോഴേ ഡൂമിനെ ഇറക്കിക്കഴിഞ്ഞു എന്നർത്ഥം. മുൻപ് ക്യാങ്ങിനെ ആയിരുന്നു മാർവൽ പ്രൈമറി ആൻറ്റഗണിസ്റ്റായി തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ ക്യാങ്ങിനെ റീപ്ലേസ് ചെയ്ത് ഡൂമിനെയാണ് മെയിൻ വില്ലനായി പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ സൂചനയാണ് ഫാന്റാസ്റ്റിക് ഫോറിൽ കണ്ടത്. 2027 പുറത്തിറങ്ങുന്ന അവഞ്ചേഴ്സ് സീക്രട്ട് വാറിൽ ക്യാങ്ങിനെ ഡിഫീറ്റ് ചെയ്യുന്നത് ഡൂം ആയിരിക്കാമെന്ന് ഫാൻ തിയറീസ് പറയുന്നു. ഒരുപക്ഷെ സ്പൈഡർമാനും തോറും ഡൂമിൻ്റെ കൈകളാൽ മരണപ്പെട്ടേക്കാം. അതോ ഇത് വെറും ഫാൻ തിയറി മാത്രമാണോ? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ പങ്കുവയ്ക്കൂ. ഡൂമിനെ തോൽപ്പിക്കാൻ ഏത് സൂപ്പർ ഹീറോയ്ക്കാവും കഴിയുക? ഡൂമിൻ്റെ വീക്ക്നെസ് എന്തായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്യാമോ?